നിർഭയത്വത്തിന്റെ ആർജവത്തിന്റെ പാരമ്പര്യം തന്റെ മാധ്യമ ജീവിതത്തിലുടനീളം പഞ്ചാബിലേക്ക് തീവണ്ടി യാത്ര ചെയ്യുന്ന പട്ടം താൻപുള്ളിയെ തീവണ്ടിയിൽ വെച്ച് തന്നെ ഇന്റർവ്യൂ ചെയ്തതും അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ രാഷ്ട്രീയ രംഗവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. അച്ഛൻ്റെ 6ാം ചരമവാർഷിക വേളയിൽ അനുസ്മരണ പ്രഭാഷണത്തിനായി ഡോക്ടർ ജി ഗോകുമാർ സാറിനെ ക്ഷണിക്കാൻ ഞങ്ങൾക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. കേരള യൂണിവേഴ്സിറ്റി പൊളിറ്റിക്സ് വിഭാഗം മേധാവിയും കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ സ്ഥാപക വൈസ് ചാൻസലറുമായിരുന്ന ശ്രീ ഗോകുമാർ സാർ തിരഞ്ഞെടുപ്പ് സർവേ വിദഗ്ധൻ, കേരള സമൂഹം പത്രാധിപർ എന്ന് ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഏത് കൊച്ചുകുഞ്ഞും ഉറക്കെ പറയുന്നത് പത്രാധിപർ എന്ന് പറഞ്ഞാൽ അത് പത്രാധിപർ കെ സുകുമാരൻ ആയിരുന്നു എന്നുള്ളത് തർക്കമറ്റ വസ്തുതയാണ്. പത്രാധിപർ എന്ന നാമധേയത്തെ ലേഖനങ്ങളാണ് പലപ്പോഴും ജനങ്ങളെ ആകർഷിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഭരിക്കുന്ന ഭരണകൂടത്തിനെതിരെ അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശക്തമായ ലേഖനങ്ങളിലൂടെയാണ് കലാകൗമുദി അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ഒരു ഭരണകർത്താവ് എന്നുള്ള നിലയിൽ ഏറ്റവും അധികം വിമർശിക്കപ്പെട്ടതും മുഖ്യമന്ത്രിയായിരുന്ന ജെ കരുണാകരൻ. അതുകൊണ്ട് തന്നെ ഇതിന് വലിയൊരു മാർക്കറ്റ് എന്ന സമൂഹത്തിലുണ്ടായി. പക്ഷെ അത് വ്യക്തിപരമായിരുന്നില്ല, ഭരണത്തിൻ്റെ തെറ്റുകുറ്റങ്ങൾ കാണിച്ചുകൊണ്ട് ഉള്ള ലേഖനങ്ങളായിരുന്നുണ്ടായി. രണ്ടു കൂട്ടം പരസ്പരം ബഹുമാനിച്ചിട്ടുണ്ട്. വിമർശനത്തിനെ ജെ കരുണാകരൻ അംഗീകരിച്ചിരുന്നു. ജെ കരുണാകരൻ അന്നത്തെ കാലത്ത് ടെലിവിഷൻ അല്ല, പത്രങ്ങൾ തന്നെയാണ്. ആദ്യം എഴുതി തുടങ്ങിയത് കേരളകൗമുദി തന്നെയാണ്. തിരുവനന്തപുരത്തെ ഗവൺമെന്റ് ഗസറ്റ് എന്ന് അറിയപ്പെടുന്ന കേരളകൗമുദിയായിരുന്നു അന്ന് വളരെയധികം പ്രസിദ്ധിയുള്ള തിരുവിതാംകൂർ മേഖലയിൽ. ആദ്യമൊക്കെ ലേഖനങ്ങൾ കേരളകൗമുദിയിൽ തന്നെ എഴുതി തുടങ്ങി. അത് നല്ല ശ്രദ്ധ കിട്ടി. ദേശീയവും അന്തർദേശീയവും പ്രാദേശികവുമായ വിഷയങ്ങളിൽ തന്നെയാണ് തുടങ്ങിയത്. കലാകൗമുദിയിൽ പിന്നെ തുടർച്ചയായി എഴുതാൻ തുടങ്ങി. ആ അവസരങ്ങളും നമുക്ക് വളരെയധികം ഗുണം ചെയ്യുന്നു. ഇപ്പോൾ ടെലിവിഷൻ വന്നു, സോഷ്യൽ മീഡിയ വന്നു. അതോടെ ഇവിടെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം സത്യമാണ്, പത്രാധിപരില്ലാത്തൊരു മാധ്യമമാണ് സോഷ്യൽ മീഡിയ. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ആൻറ്റി സോഷ്യൽ മീഡിയ ആയി മാറി. ടെലിവിഷൻ ഒന്നുമില്ലെങ്കിൽ റെക്കോർഡറാണെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും, റെക്കോർഡ് ചെയ്യാത്തതാണെങ്കിൽ കൺട്രോൾ ചെയ്യാതെ പോകും എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ സീരിയസ് ആയിട്ടുള്ള ജേർണലിസം ഇപ്പോഴും അച്ചടി മാധ്യമം തന്നെയാണ്, എനിക്ക് യാതൊരു സംശയവുമില്ല. ഇവിടെ സൂചിപ്പിച്ചത് ഞാനും ഏറ്റുപറയുന്നു. കൗമുദി എന്ന ആ ഒരു പേര് ഞങ്ങളുടെ വടക്കൻ തിരുവിതാംകൂറിൽ, ഞാൻ ആലുവയ്ക്ക് അടുത്ത് മൂവാറ്റുപുഴ, ഇതിൻ്റെ അതിർത്തിയാണ്. ആ അതിർത്തിയിലും തെളിഞ്ഞ് പ്രകാശം പൊഴിച്ചിരുന്ന കൗമുദി ഒറ്റ പേരാണ്. ഇവിടെ പറഞ്ഞത് ശരിയാണ്. കൗമുദി ആഴ്ചപ്പതിപ്പിന്റെ അന്നത്തെ കെ ബാലകൃഷ്ണന്റെ കൗമുദി ആഴ്ചപ്പതിപ്പിന്റെ ബാലപംക്തിയിലാണ് എഴുതി തുടങ്ങാൻ ഭാഗ്യമുണ്ടായത്. അതുകൊണ്ട് തിരുവനന്തപുരം കേൾക്കുമ്പോൾ കൗമുദി എന്നായിരുന്നു. തിരുവനന്തപുരത്ത് ഞാൻ വരുമ്പോൾ, കോളേജ് അധ്യാപകനായിട്ട് വരുമ്പോൾ കൗമുദി ആഴ്ചപ്പതിപ്പില്ല. അന്ന് എന്നെ സ്നേഹപൂർവ്വം സ്വീകരിച്ചത് കേരള കൗമുദി ആണ്. പത്രാധിപർ സുകുമാരൻ ആണ്.
മനുഷ്യന് ജീവിതത്തിന്, ഭൗതിക ജീവിതത്തിന് ശേഷം ഒരു മരണാനന്തര ജീവിത സങ്കല്പം നമ്മൾ മുന്നോട്ട് വെക്കാറുണ്ട്. എന്നാൽ ആ മരണാനന്തര ജീവിതം ഭൗതികമായി തന്നെ നിലനിൽക്കുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ജീവിച്ചിരുന്ന കാലത്ത് ചെയ്തു വെച്ച കാര്യങ്ങളുടെ തുടർ പ്രവർത്തനം മരണത്തിന് ശേഷവും നടക്കും. അത് ഫലവത്തായി ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടായ സ്വാധീനം എത്രയാണോ അതിന് സമാനമായ നിലയിൽ മരണാനന്തരവും അത് പ്രവർത്തിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതിൽ മുൻപന്തിയിൽ നിർത്താവുന്ന മാധ്യമ മേഖലയിലെ ഒരു മുഖമാണ് ശ്രീ MS മണി എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കാറുണ്ട്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾ എന്നുള്ള നിലയിൽ പിന്നീടുള്ള ജീവിതത്തിൽ എങ്ങനെയാണ് ഇടപെടുക എന്നുള്ളതാണ് പ്രധാനം. ഇന്ന് നമ്മൾ നിലനിൽക്കുന്ന മാധ്യമ ലോകത്തും ഈ സാമൂഹ്യ അന്തരീക്ഷത്തിലും അത് നമ്മളെ ചിന്തിപ്പിക്കും എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മരണാനന്തരം അദ്ദേഹം ചെയ്തു വെച്ച കാര്യങ്ങൾ ഒരു താരതമ്യ വിമർശനത്തിനും താരതമ്യമായി. നന്ദി മിനിസ്റ്റർ. അടുത്തതായി ഭക്തികൾ എഴുതിയ ആളുകളിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാള് ഞാനാണ് എന്നുള്ളതായിരിക്കും. കാരണം അന്നത്തെ ആ പ്രസിദ്ധമായ ഭക്തികൾ, കാർട്ടൂൺ, സാഹിത്യം, ഇതൊക്കെ ഇതിനെല്ലാം നേതൃത്വം കൊടുത്തവർ. എൻ്റെ സിനിമാ നിരൂപണം എന്ന് പറയുമ്പോൾ ഈ കലാകൗമുദിയുടെ 50 വർഷത്തെ യാത്രയിൽ 45 വർഷം ഞാൻ കൂടെ നാഷണൽ അവാർഡ് കിട്ടുന്നതിന് മുമ്പാണ് കലാകൗമുദിയിൽ നിന്ന് എനിക്കൊരു കത്ത് കിട്ടും. സ്ഥിരമായി എഴുതാമോ എന്ന് ചോദിച്ചിട്ടാണ്. അന്നത്തെ നിലയ്ക്ക് എനിക്കതൊരു വലിയ പ്രോത്സാഹനമായി. കാരണം അന്ന് നമ്മുടെ ഈ മെയിൻ സ്ട്രീം മാഗസിൻസൊക്കെ ഒരു പങ്ക്തിയായിട്ട് മാത്രമേ സിനിമാ നിരൂപണം കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ കവർ സ്റ്റോറിയായിട്ട് വലിയ ലേഖനമായിട്ടൊന്നും വരാറില്ല. അന്ന് ആ ആഴ്ചകളിൽ വരുന്ന സിനിമകളുടെ ചെറിയ റിവ്യൂസ്. അവരെയും നാം അനുസ്മരിക്കപ്പെടാറില്ല. അവരുടെ ജീവിതം കൊണ്ട്, കർമ്മം കൊണ്ട്, പ്രവൃത്തി കൊണ്ട്. എന്നെ സംബന്ധിച്ച് കലാകൗമുദിയോടും ജയേന്ദ്രൻ നായർ സാറിനോടുമുള്ള എൻ്റെ കടപ്പാടെന്ന് പറയുന്നത് വളരെ വലുതാണ്. മണി സാറ് എൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം. 1994 ആന്ധ്രാപ്രദേശിലും കർണാടകത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. ഞാനന്നങ്ങനെ വലിയ ഗൗരവത്തോടെ രാഷ്ട്രീയം പഠിക്കുന്ന ഒരാളൊന്നുമല്ല. എല്ലാ ദിവസവും പത്രം വായിക്കും എന്നൊക്കെയുള്ളതിനപ്പുറത്ത് രാഷ്ട്രീയമായ ധാരണയും കുറവായിരുന്നു. ഞാൻ എഴുതിയിട്ടുള്ളത് രാഷ്ട്രീയ ലേഖനങ്ങളുമല്ല. പക്ഷെ ആ 2 സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ കലാകൗമുദി തീരുമാനിക്കുന്നു. അത് റിപ്പോർട്ട് ചെയ്യാൻ ഉണ്ണി പോകട്ടെ എന്ന് തീരുമാനിക്കുന്നത് മണി സാറാണ്. ഒരർത്ഥത്തിൽ എന്നെ ഞെട്ടിപ്പിച്ച തീരുമാനമാണത്. കാരണം അന്നൊന്നും ഒറ്റയ്ക്ക് ഞാൻ യാത്ര ചെയ്ത് കേരളത്തിന് പുറത്തേക്ക് തന്നെ പോയിട്ടില്ല. അപ്പോഴാണ് 2 പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് അത്രയൊന്നും അനുഭവ പരിചയമില്ലാത്ത എന്നെ മണി സാറ് തിരഞ്ഞെടുക്കുന്നത്. അതും എൻ്റെ ഒരു ജേർണലിസം ജീവിതത്തിലെ വലിയ വഴിത്തിരിവായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ 2 കാര്യങ്ങളാണ് ഒരു ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക് എന്നെ മോൾഡ് ചെയ്യുന്നതിനകത്തൊരു അടിത്തറ പാകിയത്. അതുകൊണ്ട് കലാകൗമുദിയോടുള്ള കടപ്പാട് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്. ജയേന്ദ്രൻ Why do we call Mani sir a journalist, a truthful journalist, a loyal journalist, a true journalist? അതിന്റെ അംശം അതിനകത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിത യാത്രയിൽ ഒരുപക്ഷെ അനിതര സാധാരണമായ നമുക്കൊന്നും ലഭിച്ചിട്ടില്ലാത്ത ഒരുപാട് മുഹൂർത്തങ്ങൾ. ഇവിടെ മുരളിച്ചേട്ടൻ വന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ലീഡർ ശ്രീ കരുണാകരനുമായിട്ടുണ്ടായിരുന്ന ദൂരവും അടുപ്പവും വളരെ മനുഷ്യത്വം മാത്രമാണ്. ദൂരത്തിനും മനുഷ്യത്വം ഉണ്ടായിരുന്നു, അടുപ്പത്തിന് അതിലും തീവ്രമായ മനുഷ്യത്വത്തിന്റെ അംശമുണ്ടായിരുന്നു. ലീഡർ ശ്രീ കരുണാകരനാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തതാണ് അല്ലെ, ആദരിക്കപ്പെടുന്ന ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഒരു തെറ്റ് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് തെറ്റിദ്ധരിക്കപ്പെട്ട വിശ്വവിഖ്യാതനായ രാഷ്ട്രീയക്കാരൻ ആരാണ് ലോകത്ത് തന്നെ എന്ന് ചോദിച്ചാൽ ഞാൻ അവകാശപ്പെടുന്നു. ഇപ്പോഴും ഹൃദയത്തിൽ ഞാൻ ഒരു ബിംബം പോലെ കാത്തു സൂക്ഷിക്കുന്ന ലീഡർ ശ്രീ കരുണാകരൻ തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തെ പിന്നീട് സെൻട്രൽ ഹാളിലെ ചർച്ചകളിൽ മനസ്സിലാക്കിയ ഒരു മനുഷ്യത്വം മണിസാറിനുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയല്ല,
തന്റെ നിശ്ചയങ്ങളും തന്റെ വിമർശന ബുദ്ധിയെയും വിമർശന ജൽപ്പനങ്ങളെയും തിരുത്താൻ വേണ്ടിയല്ല, പക്ഷെ ആ വ്യക്തിയെ ഒരു ആട്രിബ്യൂഷൻ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള മാനസിക പരിണാമം അദ്ദേഹത്തിന് അതിനുള്ള ഒരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ അതിനുള്ള ഒരു ഹൃദയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനുഷ്യത്വപരമായിരുന്നു രണ്ട്. അതിനിശ്ചിതമായി വിമർശിച്ചതിലും ജനങ്ങളോട് പ്രജകളോടുള്ള മധുവിനൊക്കെ ഈ വാക്ക് കേൾക്കുമ്പോൾ വലിയ വളരെയധികം സന്തോഷം ഇന്നിവിടെ ഇരിക്കുമ്പോൾ തോന്നുന്നത്. നേരത്തെ ഞാൻ പറയാൻ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു സമാനമായ ചിന്താഗതിയോ സമാനമായ കാലഘട്ടത്തിൽ കൂടി പോയതുകൊണ്ടായിരിക്കാം ശ്രീ ജി സുരേഷ് കുമാർ അദ്ദേഹം പറഞ്ഞതും. ഞാൻ 85 കേരളത്തിൽ വരുമ്പോൾ കുറേ മലയാള സിനിമകളൊക്കെ ഡബ് ചെയ്യുന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ടൊരു മലയാളം അങ്ങനെ പഠിച്ചിട്ടില്ലായിരുന്നു. തമിഴായിരുന്നു പഠിച്ചത്. അപ്പൊ വായിക്കുന്നതെല്ലാം തമിഴ് സാഹിത്യം ഒക്കെ ആയിരുന്നു. അങ്ങനെ കേരളത്തിൽ 85 വരുമ്പോൾ അങ്ങനെ ഈ മലയാള സാഹിത്യം അല്ലെങ്കിൽ മലയാള ഉച്ചാരണം, അതിൻ്റെ അർത്ഥം, വ്യാകരണം, സന്ധി, സമാസം ഇങ്ങനെയുള്ളതൊന്നും തന്നെ അറിഞ്ഞുകൂടാതെയാണ് ഞാൻ കേരളത്തിലേക്ക് വരുന്നത്. അപ്പൊ അന്ന് കോമ്പിനേഷനൊക്കെ ഡബ് ചെയ്യുമ്പോൾ നെടുമുടി വേൺചേട്ടൻ എപ്പോഴും ഇങ്ങനെ ഓരോ വാക്കിന്റെയും അർത്ഥം പറഞ്ഞു തരും, അതെങ്ങനെ ഉച്ചരിക്കണം എന്ന് പറഞ്ഞു തരും. അങ്ങനെ വേണുചേട്ടനാണ് ആദ്യമായിട്ട് എൻ്റെ വീട്ടിലേക്ക് കുറച്ച് പുസ്തകം കൊണ്ട് തന്നിട്ട് നീ ഇനി മലയാള സാഹിത്യം വായിച്ച് മലയാളം പഠിക്കുക എന്ന് പറഞ്ഞ് കുറേയധികം നോവലുകളും അതുപോലെ മാധവക്കുട്ടി, സക്കറിയ സാറ്, തകഴി സാറിന്റെ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ് നമ്മുടെ മിനിസ്റ്റർ ശ്രീ സുരേഷ് ഗോപി മിനിസ്റ്റർ സുനിതയ്ക്ക് നൽകുകയാണ്. സുരേഷ് ഗോപി സമ്മാനിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിലെ കോന്നി സ്വദേശിയായ നിരഞ്ജന മോഹൻലാലിന്റെയും സുരഭ മോഹൻലാലിന്റെയും മൂത്ത മകളാണ്. നിതിൻലാൽ